ബിഗ് ബോസ് ശരിക്കും പ്രേക്ഷകരെ തന്ത്രപൂർവ്വം പറ്റിക്കുകയാണ്. ബിഗ് ബോസ് ആണ് ശരിക്കും താരം. ഒരിക്കലും ബിഗ് ബോസിന്റെ തന്ത്രങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്കോ ഹൗസ്മേറ്റ്സിനോ രക്ഷപ്പെടാൻ കഴിയില്ല. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ ബിഗ് ബോസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ബിഗ് ബോസ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ പറ്റിക്കുന്നതെന്ന് ഞാൻ പറയും. കൃത്യമായി പറഞ്ഞാൽ ബിഗ് ബോസിന്റെ പല എപ്പിസോഡുകളും ശ്രദ്ധിച്ചാൽ, പല ബൈറ്റുകളും ശ്രദ്ധിച്ചാൽ അത് ബിഗ് ബോസ് തന്നെ സ്ക്രിപ്റ്റ് ആയി ചെയ്യുന്ന ചില സാധനങ്ങളാണ്. അതായത് ഉദാഹരണം, ലാലേട്ടന്റെ എപ്പിസോഡ് ലാസ്റ്റ് എപ്പിസോഡ് വന്നപ്പോൾ ജാസ്മിൻ ആവതും ഹിന്റുകൾ കൊടുത്തു. പരമാവധി ജാസ്മിനെ തിരിച്ച് ഗെയിമിലേക്ക് കൊണ്ടുവരാൻ നോക്കി. എന്തിനാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത്? ഉറപ്പായിട്ടും ജാസ്മിനെ അങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ജാസ്മിനെ തിരിച്ച് ഗെയിമിൽ കൊണ്ടുവന്നാലേ കണ്ടന്റ് ഉള്ളൂ. ബിഗ് ബോസിന് കണ്ടന്റ് വേണ്ടേ? കണ്ടന്റ് കൊണ്ടുപോകുന്നത് ജാസ്മിൻ ആണെന്ന് അറിയാം. സോ ജാസ്മിനെ തന്നെയാണ് ഉന്നം വെച്ചിരിക്കുന്നത്. ജാസ്മിൻ തിരിച്ച് ഗെയിമിലേക്ക് വന്നാലേ, ഇൻഡിവിജ്വലായിട്ട് നിന്ന് കളിച്ചാൽ നല്ലൊരു ലേഡി ഗെയിമറെ സൃഷ്ടിക്കാൻ കഴിയും. ഇപ്പൊ തന്നെ ബ്രില്യൻ്റ് ആയിട്ട് കളിക്കുന്ന ഒരാളാണ് ജാസ്മിൻ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒരു റിലേഷനിൽ പെട്ടുപോയി. ആ റിലേഷൻ കാരണം ഗെയിം വീക്ക് ആവുകയാണ്. അതിന് ബിഗ് ബോസ് തന്നെ ഹിന്റ് കൊടുത്ത് എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷെ ആ ശ്രമം നടന്നില്ല, പാളിപ്പോയി. അറ്റ് ലാസ്റ്റ് വീണ്ടും ജാസ്മിൻ ഗബ്രിയോടൊപ്പം തന്നെ ആ ബന്ധം തുടരുകയാണ്, ആ ഒരു കോംബോ തുടരുകയാണ്. സോ അതല്ലാതെ നമ്മൾ ബിഗ് ബോസ് എങ്ങനെയൊക്കെയാണ് പറ്റിക്കുന്നതെന്ന് നോക്കാം. ഒന്ന്, അർജുൻ ശ്രീതു ബന്ധം. ഒരു തരത്തിലുള്ള ഒരു ഹിന്റും അർജുനും ശ്രീതു അവിടെ കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ അവർ ഒരുമിച്ചിരുന്ന് ഭയങ്കരമായിട്ട് പ്രണയം പറയുകയോ കാര്യങ്ങളോ ചെയ്തില്ല. പക്ഷേ പ്രേക്ഷകർ അവരുടെ ഇടയിൽ എന്തോ ഉണ്ട് എന്ന്, അതായത് ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അവരുടെ ഇടയിൽ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് ലാലേട്ടന്റെ എപ്പിസോഡിൽ പോലും ശ്രീതുവിനെ സിബിൻ എണീപ്പിച്ച് നിർത്തിയിട്ട് ശ്രീതുവിന്റെ കയ്യിൽ ഉമ്മ വയ്ക്കുന്ന കണക്ക് സിബിന്റെ കയ്യിൽ ഉമ്മ വയ്ക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ കാണിച്ചത് അർജുനെയാണ്. പിന്നെ അല്ലാത്ത ചില സീൻസിലൊക്കെ നോക്കുമ്പോഴും പ്രൊമോയിൽ നോക്കുമ്പോഴും അർജുൻ ശ്രീതുവിനെ ഒരുമിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ഒരു കോംബോ സൃഷ്ടിക്കാൻ ബിഗ് ബോസ് നോക്കുന്നുണ്ട്. അത് പ്രേക്ഷകർ ഏറ്റെടുക്കും. പ്രേക്ഷകരിൽ കുറച്ചു പേരെങ്കിലും അവരുടെ പിറകെ പോകും. അർജുൻ ശ്രീതു നല്ല കോംബോ ആണെന്ന് പറയും. സോ ഇതൊക്കെ ബിഗ് ബോസിന്റെ തന്ത്രമാണ്. ബിഗ് ബോസ് ശരിക്കും കളിപ്പിക്കുകയാണ് പ്രേക്ഷകരെ. സോ ആ കളിപ്പിക്കലും ആ പ്രേക്ഷക തന്ത്രങ്ങളൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ബിഗ് ബോസിനെ എൻജോയ് ചെയ്യാൻ പറ്റും. ബിഗ് ബോസ് ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് മാത്രമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പലതരം ഗെയിമുകളും കളിക്കും. ബിഗ് ബോസ് തന്നെ പലതരം ഗെയിമുകളും കളിക്കും. ഹൗസ്മേറ്റ്സ് കളിക്കുന്നതിനപ്പുറം ബിഗ് ബോസ് കളിക്കും. സോ അതിലൊന്നും വഞ്ചിതരാകാതിരിക്കുക. ജസ്റ്റ് നിങ്ങൾ ഗെയിം മാത്രം ഫോക്കസ് ചെയ്യുക. ഗെയിമിൽ ആരാണോ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് അവരിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ബാക്കിയുള്ള അഭിപ്രായങ്ങൾ പറയുക. അല്ലാതെ ബിഗ് ബോസ് കാണിക്കുന്ന ചില ഉഡായ്പ തന്ത്രങ്ങളുണ്ട്. ഇതുപോലെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ശ്രീതു അർജുൻ കോംബോ ഉണ്ടാക്കുക, സിബിനെ അതിനിടയിലേക്ക് കയറ്റുക. ഇതൊക്കെ ബിഗ് ബോസ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പക്ഷെ ബിഗ് ബോസ് നമ്മളിലേക്ക് ഒരു തോന്നിപ്പിക്കൽ ഉണ്ടാക്കുകയാണ്. പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഒരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രേക്ഷകരുടെ ഒരുപാട് ഫോളോ അപ്പ് കിട്ടാനാണ്. അപ്പൊ അർജുൻ ശ്രീധുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കാണുമായിരിക്കും. അവർക്ക് വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത്. സോ അതിനൊന്നും കാര്യമില്ല. അങ്ങനെയുള്ളതെന്ന് വഞ്ചിതരാകാതിരിക്കുക. കൃത്യമായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരെ മാത്രം തെരഞ്ഞു പിടിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അതല്ലാതെ ബിഗ് ബോസിന്റെ തന്ത്രങ്ങളിൽ വീഴാതിരിക്കുക.